ടാലി പരിശീലനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മുൻപൊരു വീഡിയോയിൽ ട്രെയിനിങ് അഡ്വാൻസുകൾ കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ട്രെയിനിങ് അഡ്വാൻസ് അല്ലാതെ ഓൺ ഫണ്ടിൽ നിന്നും പൈസ ചിലവഴിച്ച് ചില ട്രെയിനിങ്ങുകൾ നടത്താറുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ വരുന്നുണ്ട് എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓൺ ഫണ്ടിൽ നിന്നും പണം ചിലവഴിച്ച് ചെയ്യുന്ന ചില പരിശീലനങ്ങളെക്കുറിച്ചാണ്. ഇതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ നടക്കുന്ന ബ്ലോക്ക് തല PRMകൾ. ബ്ലോക്ക് തല PRMകളുടെ ലേറ്റസ്റ്റ് നിർദ്ദേശം അനുസരിച്ച് ഓരോ CDSകളും ഓൺ ഫണ്ടുള്ള CDSകൾ അതിൽ നിന്നും ഫണ്ട് ചിലവഴിച്ച് PRM നടത്തണമെന്നാണ്. ഓൺ ഫണ്ട് ഇല്ലാത്തവർക്ക് റീഫണ്ട് ചെയ്യുമെന്നും പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഓൺ ഫണ്ടിൽ നിന്നും ഫണ്ട് ചിലവഴിച്ച് ബ്ലോക്ക് തല PRM നടത്തുന്നതിനെ കുറിച്ചുള്ള എൻട്രിയാണ് ഉദാഹരണമായിട്ട് കാണിക്കുന്നത്. നമുക്കതിനുവേണ്ടി ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ബ്ലോക്ക് ലെവൽ PRM എക്സ്പെൻസ്. ഓൺ ഫണ്ടിൽ നിന്ന് ചിലവഴിക്കേണ്ടത് കൊണ്ട് തന്നെ ഇത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇവിടെയും കോസ്റ്റ് സെൻറ്റർ ഓപ്പൺ ചെയ്യണം. കാരണം ഏതൊക്കെ ഇനത്തിലാണ് നമ്മൾ ഫണ്ട് ചിലവഴിച്ചിട്ടുള്ളത് എന്നുള്ളത് അറിയണമെങ്കിൽ കോസ്റ്റ് സെൻറ്ററിൽ സേവ് ചെയ്തിട്ടാലേ അറിയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് PRMനുണ്ടാകുന്ന സാധാരണ ചിലവുകൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് നോക്കാം. 10/7 PRM. അന്ന് പേയ്മെൻറ്റിൽ ഓൺ ഫണ്ടിൽ നിന്നും ബ്ലോക്ക് ലെവൽ PRM എക്സ്പെൻസസ് 1500 രൂപ. നമ്മൾ ഹാൾ വാടക കൊടുത്താണ്. കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്. Alt+C പ്രസ് ചെയ്യുക. ബ്ലോക്ക് ലെവൽ PRM എക്സ്പെൻസ്. അതിൽ നമ്മൾ ഹാൾ റെൻറ്റ് 1500 രൂപ നമ്മൾ റെക്കോർഡ് ചെയ്തു. ചെക്ക് നമ്പർ കൊടുത്ത് സേവ് ചെയ്യുക. അന്ന് തന്നെ ഫുഡിന് വേറെ ചെക്ക് കൊടുത്തിട്ടുണ്ട്. ഓൺ ഫണ്ടിൽ നിന്നും ബ്ലോക്ക് ലെവൽ PRM എക്സ്പെൻസസ് 7600 രൂപ ഫുഡിൻ്റെ എക്സ്പെൻസാണ്. ഫുഡ് എക്സ്പെൻസ് ഫോർ ബ്ലോക്ക് PRM. നമ്മൾ ഓൺ ഫണ്ടിൽ നിന്ന് തന്നെ മൈക്ക് എക്സ്പെൻസസ് കൊടുത്തിട്ടുണ്ട്. അതും ബ്ലോക്ക് ലെവൽ PRM എക്സ്പെൻസസ് ആണ്. 2000 രൂപ മൈക്കിൻ്റെ ചിലവ് കൊടുത്തു. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത്. ഇനി എന്ത് ചിലവുണ്ടെങ്കിലും ഇങ്ങനെ തന്നെ എൻ്റർ ചെയ്യുക. കോസ്റ്റ് സെൻറ്റർ കൊടുത്തിട്ട് ബ്ലോക്ക് PRM എക്സ്പെൻസസ് എന്നുള്ള ലെഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് സേവ് ചെയ്യുക. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുത്ത് നോക്കാം. നമുക്ക് ഇവിടെ ബ്ലോക്ക് ലെവൽ PRMന് വേണ്ടിയിട്ട് 11,100 രൂപ ചിലവായിട്ടുണ്ട്. ഇത് നമുക്ക് തനത് വരുമാനത്തിൽ നിന്നും ചിലവഴിച്ചിരിക്കുന്നതാണ്. നിലവിൽ നമുക്ക് നമ്മുടെ ഈ ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് വെച്ച് നോക്കുമ്പോൾ ഇപ്പം നഷ്ടമാണ്. കാരണം ഫണ്ട് വരവ് കുറവാണ് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1720 രൂപ ലോസിലാണ് പോയിരിക്കുന്നത്. ഇത് ബാലൻസ് ഷീറ്റിൽ ഈ ലോസ് മാത്രമേ കാണിക്കത്തുള്ളൂ, അല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും ഇത് റിഫ്ലക്റ്റ് ചെയ്യത്തില്ല.
കാരണം മറ്റ് ട്രെയിനിങ് ഫണ്ടുകൾ, ബാലസഭ, ശുചിത്വോത്സവം പോലെയുള്ള ഫണ്ടുകൾ നമ്മൾ ചെയ്തപ്പോൾ അത് കറണ്ട് ലയബിലിറ്റിയാണ്. ജില്ലാ മിഷൻ തിരിച്ചു തരുമെന്നുള്ളൊരു കരാറുണ്ടായിരുന്നു. ഇവിടെ അത് തിരിച്ചു തരത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓൺ ഫണ്ടിൽ നിന്ന് ചിലവഴിച്ച് പോയിട്ടുള്ളതാണ്. അപ്പം ടെലിഫോൺ എക്സ്പെൻസസ്, ഇലക്ട്രിസിറ്റി ചാർജ്, ഇത്തരത്തിലുള്ള ബ്ലോക്ക് PRMകൾ, മീറ്റിംഗ് റിഫ്രഷ്മെൻറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രാൻഡ് അല്ലാത്ത മീറ്റിംഗ് റിഫ്രഷ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തനത് ഫണ്ടിൽ നിന്നാണ് ചിലവഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിലവഴിക്കുന്ന ഫണ്ടുകൾക്കെല്ലാം ഒരേ സ്വഭാവമാണ് ഇത് ടാലിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. പിന്നെ ഒന്നിലധികം ഐറ്റം വരുന്നവർക്ക് കോസ്റ്റ് സെൻറ്റർ കൂടെ അപ്ലൈ ചെയ്യണം എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി കൊടുക്കുന്ന ഓൺ ഫണ്ടിൽ നിന്ന് കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ട്രെയിനിങ് അഡ്വാൻസുകളെല്ലാം ഇങ്ങനെ തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കി ട്രീറ്റ് ചെയ്ത് എൻ്റർ ചെയ്യുക.